എലോൺ മസ്ക് അവതരിപ്പിച്ച സൗജന്യ AI ചാറ്റ്ബോട്ടായ ഗ്രോക്കിനോട് എക്സിൽ ഒരു യൂസർ ഇന്ത്യയിലെ ഏറ്റവും വർഗീയവാദിയായ രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ച ചോദ്യത്തിന് ലഭിച്ച ഉത്തരം മറ്റാരൊന്നുമല്ല നരേന്ദ്രമോദി എന്നാണ്. അതിപ്പോൾ ആരോട് ചോദിച്ചാലും ഉത്തരം ഇതുതന്നെയായിരിക്കും. വർഗീയവാദം പടർത്തി രാജ്യത്തിന്റെ അധികാരവും സമ്പത്തും ആകമാനം പിടിച്ചെടുക്കുക എന്ന ഒരൊറ്റ ഗൂഢലക്ഷ്യത്തോടെ അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ ഇന്ത്യയിലെ ഇത്രയും മത തീവ്രവാദം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലും കൊലയുമുള്ള ഒരു രാജ്യമാക്കി മാറ്റുകയാണ് ഇക്കഴിഞ്ഞ നാളുകൊണ്ട് മോദി സർക്കാർ ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ RSS പങ്കെടുത്തിട്ടുണ്ടോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അതിന് ലഭിച്ച ഉത്തരം വ്യക്തിപരമായി ചില സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും സംഘടനാപരമായി RSSന് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നും അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു എന്നുമാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അവരുടെ ചിന്ത ഹിന്ദുമതത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പല പ്രാവശ്യം വൻ വിവാദമായ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ പറ്റിയുള്ള ചോദ്യത്തിലും AI വല്ലാതെ സംശയാലുവായി എന്ന് വേണം പറയാൻ. എക്സിലെ പല ചർച്ചകളും പിന്നീട് രൂക്ഷമായ പ്രശ്നങ്ങളായി പലപ്പോഴും മാറുന്നതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സിൽ പലരും പങ്കുവയ്ക്കുന്ന പല വിവരങ്ങളും അതിനു താഴെ വരുന്ന കമന്റുകളും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ വൻ പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായി മാറിയിരുന്നു. എന്നാൽ എക്സ് ഉത്തരങ്ങൾക്കെല്ലാം ഒരു BJP അനുഭാവം ഉണ്ടെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രോക്ക് രംഗത്തിൽ വന്നതോടുകൂടി ഇതൊക്കെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഗ്രോക്ക് BJP നേതാക്കളുടെ എല്ലാ വാദങ്ങളും തകർത്തെടുക്കുകയാണ്. BJP കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ മതവിരുദ്ധ പരാമർശങ്ങളും ജനവിരുദ്ധ പരാമർശങ്ങളും ഒക്കെ തകർക്കുന്ന ഉത്തരങ്ങളുമായാണ് ഇപ്പോൾ ഗ്രോക്ക് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. BJP സർക്കാരിന്റെ എല്ലാ ക്രൂരതകളുടെയും മുഖംമൂടി ഇതോടെ അഴിഞ്ഞു വീഴുമെന്ന് ഉറപ്പാണ്. ഗ്രോക്ക് വെറുതെ ഒരു ആപ്പ് പോലെ ഓരോന്ന് വിളിച്ചു പറയുകയല്ല, വസ്തുതാപരമായ കാര്യങ്ങൾ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചാണ് ഗ്രോക്ക് വിലയിരുത്തുന്നത്. ഇതോടുകൂടി ഇതുവരെ എക്സ് കൈയാളിയിരുന്ന ഹിന്ദു തീവ്രവാദികളെല്ലാം പേടിച്ച് മാളത്തിൽ ഒളിച്ച അവസ്ഥയാണ്. മനുഷ്യനെ മൂടിക്കെട്ടിയും പണം വാരിയെറിഞ്ഞും പറയുന്ന സത്യങ്ങൾ മൂടിവെക്കാം, പക്ഷേ കേവലം ഒരു യന്ത്രത്തിന്റെ വിളിച്ചു പറയലിൽ BJP നേതൃത്വമാകെ അങ്കലാപ്പിലാണ്. ഇത്രയും കാലം BJPക്കാരുടെ മതഗുണ്ടായിസം സഹിച്ച് പൊറുതിമുട്ടിയ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മതവിഭാഗങ്ങളും ഇതോടുകൂടി BJPക്കാർക്കെതിരെയുള്ള ആയുധമാക്കി ഗ്രോക്കിനെ ഉപയോഗിച്ചു തുടങ്ങി. ഹിന്ദു ദേശീയവാദ നയങ്ങൾക്കുള്ള ഗുജറാത്തിലെ കലാപവുമായി ബന്ധമുള്ള ഇന്ത്യയിലെ ഏറ്റവും വർഗീയവാദമുള്ള നേതാവാണ് നരേന്ദ്രമോദി എന്ന് ഗ്രോക്ക് വിളിച്ചു പറയുമ്പോഴും BJPയുടെ തന്നെ മുൻനിര നേതാക്കളായ യോഗിയും താക്കൂറും ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകളുടെ കണക്കെടുത്താൽ പിന്നിൽ തന്നെയുണ്ട് എന്നും ഗ്രോക്ക് വിളിച്ചു പറയുന്നു. നരേന്ദ്രമോദിയുടെ മതതീവ്രവാദത്തിൽ പൊറുതിമുട്ടിയ ഇന്ത്യയിലെ ജനങ്ങൾ വിളിച്ചു പറയണമെന്ന് ആഗ്രഹിച്ചതൊക്കെ ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തേക്ക് വരുമ്പോൾ മോദി ഭരണത്തിൽ അസഹിഷ്ണുത അനുഭവിച്ചിരുന്ന എല്ലാവരും അതിനെ ആഘോഷമാക്കുകയാണ്. ഇത്രയുമൊക്കെ ആയിട്ടും മോദി സ്തുതി പാടുന്നവർക്ക് ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല. മോദിയെ ഇപ്പോഴും മഹാനുഭാവനായും സത്യസന്ധനായും നന്മയുടെ പോരാളിയായും ഒക്കെ വാഴ്ത്തുന്നവർ തെളിവുകൾ സംസാരിക്കുന്നത് കൂടി കേൾക്കാൻ തയ്യാറാകണം. ചിന്തിച്ചു വെച്ചതൊന്നുമല്ല, അതിനപ്പുറം തെളിവുകൾ പറയുന്ന സത്യമാണ് മോദി സർക്കാർ എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നീടുള്ള ഓരോ ചോദ്യങ്ങൾക്കും മോദിയുടെ കള്ളത്തരങ്ങളും ക്രൂരതകളും അക്കമിട്ട് ഗ്രോക്ക് നിരത്തി. 100 ദിവസം കൊണ്ട് സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന മോദിയുടെ കള്ളപ്രസ്താവന ഉൾപ്പെടെ 2020 കോവിഡ് കാലത്തെ മുൻനിർത്തി മോദി നടത്തിയ കള്ള പ്രസ്താവനകളും അഴിമതികളും വരെ അതിൽ അക്കമിട്ട് നിരത്തി പറഞ്ഞിരുന്നു. വ്യാജ വാർത്തകൾ ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 ചാനലുകളുടെ പേര് ചോദിച്ച 8 എണ്ണവും BJP അനുഭാവ എക്സ് തന്നെയായിരുന്നു. എക്സ് മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് സ്വയം ഭീകരവാദം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തങ്ങളുടെ അധികാരവും ആധിപത്യവും ഉറപ്പിക്കാൻ കച്ചകെട്ടി പുറപ്പെടുന്ന BJPക്ക് ഇത് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളിൽ ഒന്നായ ANI മേധാവി സ്മിത പ്രകാശിന്റെ അക്കൗണ്ട് BJP അനുകൂല അക്കൗണ്ടുകളിൽ ഒന്നായി ഗ്രോക്ക് ചൂണ്ടിക്കാട്ടിയപ്പോൾ പലരുടെയും പൊയ്മുഖം അഴിഞ്ഞു വീഴുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ കള്ളങ്ങൾ വിളിച്ചു പറയുന്ന ഗ്രോക്കിനെ പൂട്ടാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു ഹിന്ദി വാക്കിനെ ചൊല്ലിയാണ് ഈ പൂട്ടിക്കെട്ട് നടപടിക്ക് മോദി സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം സ്വന്തം പ്രതിച്ഛായയിലേറ്റ മങ്ങൽ തന്നെയാണ് മോദിയെ ഇതിന് പ്രേരിപ്പിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് മുഴുവൻ ഒന്നടങ്കം മനസ്സിലാകുന്ന കാര്യമാണ്. ഗ്രോക്കിനോട് സംശയം ചോദിച്ച ഒരാൾ ഗ്രോക്കിന്റെ ഉത്തരത്തിൽ അതൃപ്തി വരാതെ ഉപയോഗിച്ച അതേ തെറി തിരികെ ഗ്രോക്കും ഉപയോഗിച്ചതാണ് ഇന്ത്യൻ IT നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ ഗ്രോക്കിനെ പൂട്ടാനായി കരുതി വെച്ചിരിക്കുന്ന കെണി.
മോദി സർക്കാർ തന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച ഗ്രോക്കിനെ പൂട്ടുമെന്ന കാര്യം നിസ്സംശയം പറയാം. അല്ലെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറയുന്ന നാവുകൾ എന്നും അരിഞ്ഞു കളഞ്ഞു തന്നെയാണ് സംഘികൾക്ക് പരിചയം.